എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ചുണ്ട് അല്ലേ ഏട്ടാ? ചുമ്മാ ഇടി. ഇതെന്തുവാ ഉണ്ണിക്കുഞ്ഞ്? ഇത് മുടിയേറ്റ് കാളിയും കൂളിയും പുഞ്ചിരി ചേച്ചിക്ക് മനസ്സിലായില്ലേ? മിലിറ്ററി ചേട്ടനത്ത് പറഞ്ഞു കൊടുക്ക്. വേണ്ട വേണ്ട, കൊറേയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഇല്ലയോ ചേച്ചി? എന്റെ പേര് മീരാന്ന. ഇത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഏക സന്തതിയാണ്. അച്ഛാ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവാൻ കാളിയെ സ്വാധീനിക്കാൻ വന്നതാ. പിന്നെ കാളിയെ സ്വാധീനിച്ച അച്ചിട്ട ഇങ്ങോട്ട് നോക്കി. ഇത് കണ്ടോ? ഇവളുടെ വയറ് കണ്ടോ? എന്തോ ചേട്ടാ മോള് അപ്പൊ മാരേജിങ് ആണോ? ഇല്ലല്ല, കഴിക്കണം, കഴിക്കും. അയ്യോ, അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാ കാളിയമ്മ അനുഗ്രഹിച്ചത്. എന്നാലും ആ ഡോക്ടർക്കും മണ്ണുമ്പിള്ളയ്ക്കൊന്നും വരാൻ തോന്നിയില്ലല്ലോ. ദേ ചേച്ചി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കേ ഒരു കുഞ്ഞിനെ തരാൻ. നല്ല കുട്ടിയാ. നീ എന്തോന്നായി പിച്ചും പേയും പറയുന്നേ? അവന്റെ MD യുടെ മോളാ. ആഹാ, അപ്പൊ നീയും അവനും ഒക്കെ കൂടെ എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആരുറപ്പിച്ചാൽ എന്താ, എല്ലാം വിധി പോലല്ലേ നടക്കൂ. നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പരദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ? നമുക്ക് കമത്താന്നേ. ഇതെന്ത് മുതുകൂത്താ? വയസ്സായി വരുമ്പോഴാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഉരുളിയാവത്തന്നെ. അത് നിങ്ങൾ കമഴ്ത്തിട്ട് എന്താ കാര്യം? നിർമ്മലയ്ക്ക് തോന്നണം. രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല. ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം. നാളികേരം 350. നാളികേരം 350. തോർത്ത് 3. തോർത്ത് 4. തോർത്ത് 4? ആ, അതെന്തിനാ? ഒരെണ്ണം അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത എരടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ, ഇളയവനാ. ഇനി അങ്ങോട്ട് കല്യാണ സീസണാ. അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ? ഈർവാണം അടിക്കാതെ പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5. ചെമ്പ 5. വാർപ്പ് ചെറുത് 4. വാർപ്പ് ചെറുത് 4. ഇവിടെ കേട്ടില്ല. ഇവിടെ പറഞ്ഞതാ. ആള് നല്ലവനാ, പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല. മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. ആ പുഞ്ചിരിക്ക് ഇനി ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ല, അറിയാലോ. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ പകലൊരു അന്തരമാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഉരുളി 5. കുത്തിയട്ടെ 3. കുഴച്ചിട്ട് 2. ഇയാൾ ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്. കൈപുണ്യം കുറവല്ല. അല്ല എന്ന് വെച്ച് അഹങ്കരിക്കൊന്നും വേണ്ട. കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? 1. അണ്ടാവു വലുത് 5. എഴുതണോ? പിന്നെ എഴുതാണ്ട്. അത് ശരിയാ, എഴുത്. നീ വയ്ക്കൂ. ഇവനിതൊക്കെ ഇഷ്ടാ. മൂത്തവനങ്ങനല്ല. പെണ്ണും പിള്ളേം വീട്ടുകാരും പറഞ്ഞ എടുത്ത് കൊള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് പാത്രം 7. ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ താല്പര്യമുണ്ടോ? അയ്യോ, എന്താ സാർ ഇത്? അതിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാനാണെങ്കിൽ. ഉണ്ണി ഇരിക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഇരിക്കടോ. ഹലോ, ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത്. ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ മടുത്ത് സാർ. വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം? ഡിഗ്രിക്ക് വേണ്ടിയിട്ടല്ലടോ. കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചിരിക്കണ്ട. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്.
ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ. എനിക്ക് ഭ്രാന്തം പിടിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത്. താൻ പോണം. താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം. ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ കമ്പനിയോടുള്ള ഓബ്ലിക്കേഷനും ഒക്കെ ശരിയാവില്ല സാർ. ഐ എം ടോട്ടലി അൺഫിറ്റ്. പെട്ടെന്ന് അങ്ങനെ പറയാതെ തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കെട്ടി ഞാനിങ്ങി പോരും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുവോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയൊരു സായിപ്പിനെ കിട്ടൂ? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടൂ? നല്ലേ ചന്ദ്രപിള്ള എന്ന് പറയുന്ന CP-യോട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്തനും ഒന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയതാ. മനസ്സിലായ? ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരയെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായിക്കളെ തഴുകിക്കോട്ടെ. എന്താ ഇങ്ങനെ തഴുകിക്കോട്ടെ? ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതാ തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേ. ഏയ്, എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനിയും വേണമെങ്കിലേ ഞാനൊരെണ്ണം എഴുതിത്തരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണോ? എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ ഉള്ളൂ. ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവമൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതെന്റെ 16 അടിയന്തരത്തിന് മതി. പുസ്തകത്തിൽ വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊങ്ങഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്കി. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? തലയിൽ കൂടെ കൊടി വെച്ചോ. അപ്പൊ ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പോയിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് വേണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടണോ? നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ നീ തല്ലോ. ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. അതൊക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഈ ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കട്ടെ. ആ, വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുക ചോദിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു
ഉണ്ണിമധുരം ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? ചേച്ചിക്കാണോ? ദേ ഇവിടെ ഇവിടെ ഇവിടെ. ഓ ദാ വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. കേട്ടു. അത്